നമുക്കിനി പഠിക്കാനുള്ളത് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ത്രൂ എ പ്രിസമാണ്. ഞാനൊരു ഫിഗറിൽ ABC എന്ന് പറയുന്ന ഒരു ട്രയാങ്കുലാർ പ്രിസത്തിലൂടെ ലൈറ്റ് കടന്നു പോകുന്ന കാര്യമാണ് ഞാൻ വരച്ചിരിക്കുന്നത്. ഒരു ട്രയാങ്കുലാർ പ്രിസമാണ്, ലൈറ്റിൻ്റെ പാസേജാണ് ഞാൻ ആരോ കൊണ്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഈ പ്രിസത്തിൽ PQ ആണ് ഇൻസിഡൻറ്റ് ചെയ്യുന്ന ലൈറ്റ്. സോ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് I ആണ്. ദെൻ ഒരു പ്രാവശ്യം പ്രിസത്തിലേക്ക് എൻ്റർ ചെയ്തപ്പോൾ റിഫ്രാക്ഷൻ സംഭവിച്ചു, ആംഗിൾ R1. ദെൻ നെക്സ്റ്റ് ഫേസിൽ പുറത്തേക്ക് കിടക്കുകയാണ്, R2 ഈസ് ദ ഇൻസിഡൻറ്റ് ആംഗിൾ, E ഈസ് ദ ആംഗിൾ ഓഫ് എമർജൻസ്. ദെൻ RS എന്ന് പറയുന്ന റേ പുറത്തേക്ക് പോകുന്നു. A ഈസ് ദ ആംഗിൾ ഓഫ് പ്രിസം. നോക്കൂ, ഈ റേ ആക്ച്വലി ഇങ്ങനെ പോകേണ്ടിയിരുന്ന റേ എമേർജ് ചെയ്തപ്പോൾ ഇങ്ങനെയായി മാറി. സോ ഡെൽറ്റ ഈസ് ദ ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഓഫ് പ്രിസം. ഇങ്ങനെ വരുന്ന റേ പുറത്തിറങ്ങിയപ്പോൾ ഇങ്ങനെയായി. സോ ദിസ് ആംഗിൾ ഈസ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഡെൽറ്റ. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ പതുക്കെ ഡെറിവേഷനിലേക്ക് കടക്കുകയാണ്. നമുക്ക് ആദ്യം വേണ്ടത് PQN, ആംഗിൾ PQN. ആംഗിൾ PQN ഈക്വൽ ടു എത്രയാണ്? നമുക്ക് അവിടുന്ന് കാണാൻ കഴിയുന്നുണ്ട് I ആണ്. ആംഗിൾ PQN ഈക്വൽ ടു I. അടുത്തത് അടുത്ത ആംഗിൾ നമ്മൾ നോക്കുകയാണ്. ഇതായിക്കോട്ടെ, ഈ ആംഗിൾ OQR. ആംഗിൾ OQR ഈക്വൽ ടു R1. അടുത്ത ആംഗിൾ നമ്മളെടുത്തു. അടുത്തത് ഇതിന് നമ്മൾ RQO എന്നും പറയാം കേട്ടോ. RQO എന്നോ OQR എന്നോ പറയും. അടുത്തത് QRO. അടുത്ത ആംഗിൾ QRO ഈക്വൽ ടു R2. ആംഗിൾ QRO ഈക്വൽ ടു R2 അതും നമ്മളെടുത്തു. ദെൻ ആംഗിൾ ഈ പുറത്തേക്ക് പോകുന്ന ആംഗിളാണ് നമുക്ക് വേണ്ടത്. ഞാൻ ഇതിനെ K എന്ന് റെപ്രസെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ SRK, ആംഗിൾ SRK ഈക്വൽ ടു E. നോട്ട് ചെയ്തു. ദെൻ ദിസ് ആംഗിൾ, ദിസ് ആംഗിൾ ഈസ് ഡെൽറ്റ, ആംഗിൾ ഓഫ് ഡീവിയേഷൻ ആണ്. അതിനെ നമുക്ക് ഡെൽറ്റ എന്ന് കാണിക്കേണ്ടിയിരിക്കുന്നു. ഞാനതിനെ ദിസ് ആംഗിൾ ഡെൽറ്റ ഈക്വൽ ടു, വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിനെ ഒരു പേര് കൊടുത്തേക്കാം. ദിസ് വൺ ഈസ് PQRST, ദിസ് വൺ ഈസ് U. സോ ആംഗിൾ UTR, ആംഗിൾ UTR ഈക്വൽ ടു ഡെൽറ്റ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് അവിടുന്ന് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചു. ദെൻ അടുത്തത് നമ്മൾ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണ്. എന്നിട്ട് ആ ട്രയാങ്കിളിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ട് എന്നാണ് നമ്മൾ നോക്കുന്നത്. ആദ്യം ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്നു. QTR, ഫ്രം ട്രയാങ്കിൾ QTR ആറിനെ സംബന്ധിച്ചിടത്തോളം ഡെൽറ്റ ഈക്വൽ ടു എക്സ്റ്റീരിയർ ആംഗിൾ. ഡെൽറ്റ എന്ന് പറയുന്നത് അല്ലേ, ഒരു സൈഡ് നീട്ടി വരച്ചിരിക്കുന്ന എക്സ്റ്റീരിയർ ആംഗിൾ ആണ് ഡെൽറ്റ. ദെർഫോർ ഡെൽറ്റ ഈക്വൽ ടു ഇത് പറയുന്നത് ഇത് പ്ലസ് ഇതായിരിക്കും. അപ്പോൾ നമുക്ക് എന്തെഴുതാം? ഈക്വൽ ടു ആംഗിൾ TQR പ്ലസ് ആംഗിൾ TRQ ആയിരിക്കും എന്ന് പറയുന്നു. അതിൽ ആംഗിൾ TQR എന്തായിരിക്കും? TQR ദി സ്മോൾ ആംഗിൾ, ഈ ആംഗിൾ നമുക്കറിയാം. ദിസ് വൺ ഈസ് I, ദിസ് ഈസ് R1. സോ ദിസ് വിൽ ബി I മൈനസ് R1 അല്ലേ? ഇതിനോട് ടോട്ടൽ ഈക്വൽ ആയിരിക്കും. സോ ദിസ് വൺ ഈസ് I മൈനസ് R1 പ്ലസ്
എങ്ങനെയാണ് വന്നത് നോക്കൂ, ഓൾട്ടർനേറ്റ് ആംഗിൾസ് അല്ലേ ഐ, ഇത് ടോട്ടൽ ഈക്വൽ ആണ്. ഇത് ഈ ആംഗിൾ നോക്കൂ, ഒരു റേ ഇങ്ങനെ പോയി അടുത്തത് ഇങ്ങനെ പോയി, ആ 2 റേ കാരണം കൊണ്ടുണ്ടായ 2 ആംഗിളുകളാണ് ഇത് ടോട്ടൽ. സോ ദിസ് വൺ ഈക്വൽ ടു ദിസ് വൺ പ്ലസ് ദിസ് വണ്ണിനോട് ഈക്വൽ ആയിരിക്കും ദിസ് വൺ. സോ ഐ ഈക്വൽ ടു ദിസ് ആംഗിൾ പ്ലസ് ദിസ് ആംഗിൾ. ഇത് എത്രയായിരിക്കും? ഈ ആംഗിൾ ഐ മൈനസ് R1 ആയിരിക്കും, ഐ മൈനസ് R1 ആയിരിക്കും. ദെൻ TRQ, അതെത്രയാണ്? ഇത് ഇ ആണെങ്കിൽ ഇ മൈനസ് R2 ആണ് ആംഗിൾ, ഇ മൈനസ് R2 ആണ് ആംഗിൾ. സോ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ ഐ പ്ലസ് ഇ മൈനസ് പുറത്തെടുത്ത് എഴുതിയാൽ R1 പ്ലസ് R2 ആണ് ടോട്ടൽ. ഡെൽറ്റ ഈക്വൽ ടു ഐ പ്ലസ് ഇ മൈനസ് R1 പ്ലസ് R2 നമ്മളവിടെ വെച്ചു. ഒന്നാമത്തെ ഇക്വേഷനായിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് അതിനെ മാറ്റി വയ്ക്കും. അടുത്തത് വീണ്ടും നമ്മൾ ശ്രദ്ധിക്കുകയാണ്. ഫ്രം ദിസ് ട്രയാങ്കിൾ OQR, ഏത് ട്രയാങ്കിൾ? ഫ്രം ട്രയാങ്കിൾ OQR എന്ന് പറയുന്ന ട്രയാങ്കിളിനെ സംബന്ധിച്ചിടത്തോളം, OQR ട്രയാങ്കിളിനെ സംബന്ധിച്ചിടത്തോളം R1 പ്ലസ് R2 പ്ലസ് ദിസ് ആംഗിൾ ഈക്വൽ ടു 180 ഡിഗ്രി. R1 പ്ലസ് R2 പ്ലസ് R2 പ്ലസ് ROQ ആംഗിൾ ROQ ഈക്വൽ ടു 180 ഡിഗ്രി. അതുപോലെ തന്നെ ഫോർ ക്വാഡ്രിലാറ്ററൽ AQOR ആരെ സംബന്ധിച്ചിടത്തോളം ഒരു ക്വാഡ്രിലാറ്ററൽ ഉണ്ട്. ഏതാണത്? ഫോർ ക്വാഡ്രിലാറ്ററൽ, അതിൻ്റെ പേര് AROQ. അതിനെ സംബന്ധിച്ചിടത്തോളം ആംഗിൾ A പ്ലസ് ദിസ് ആംഗിൾ പ്ലസ് ദിസ് ആംഗിൾ ഈക്വൽ ടു 180 ഡിഗ്രി പ്ലസ് ROQ ആംഗിൾ ROQ ഈക്വൽ ടു 180 ഡിഗ്രി. കമ്പയറിംഗ് ദീസ് 2 ഇക്വേഷൻസ്, ഈ 2 ഇക്വേഷൻസ് കമ്പയർ ചെയ്യുമ്പോൾ ദിസ് വൺ വിൽ ബി ഈക്വൽ ടു ദിസ്. സോ ഡെൽറ്റ ദിസ് വൺ ഈക്വൽ ദിസ് വൺ ഈക്വൽ, സോ ദിസ് വിൽ ബി ഈക്വൽ ടു ദിസ്. സോ നമുക്ക് എന്ത് പറയാം? ആംഗിൾ A ഈക്വൽ ടു R1 പ്ലസ് R2. R1 പ്ലസ് R2 ആണ് എന്ത്? ആംഗിൾ A എന്ന് നമുക്ക് കിട്ടി. ദെൻ നമ്മൾ ഈ ഇക്വേഷനിലേക്ക് വരുന്നു. വീണ്ടും ഈ ഇക്വേഷനിൽ നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വി ഗെറ്റ് ഡെൽറ്റ ഈക്വൽ ടു ഐ പ്ലസ് ഇ മൈനസ് എ എന്ന് കിട്ടി. ഡെൽറ്റ ഈക്വൽ ടു ഐ പ്ലസ് ഇ മൈനസ് എ എന്ന്. അതാണ് ഡെൽറ്റ എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ദെൻ നമ്മളിവിടെ മ്യൂ എടുക്കുന്നു. മ്യൂ എടുക്കുകയാണെങ്കിൽ നമ്മളിവിടെ സ്നെൽസ് ലോ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ വി ഗെറ്റ് മ്യൂ ഈക്വൽ ടു സൈൻ I1 ബൈ സൈൻ I2 അല്ലെങ്കിൽ സൈൻ I1 ബൈ സൈൻ R1 എന്നാണ് വേണ്ടത്. ഇവിടെ സൈൻ I1 എന്തായിരിക്കും? സൈൻ I1ൻ്റെ സ്ഥാനത്ത് I ആണ്. സൈൻ I1ൻ്റെ സ്ഥാനത്ത് I ആണ്. സോ നമുക്ക് എന്ത് പറയാം? സൈൻ I ബൈ സൈൻ R1 എന്ന് കിട്ടി. സോ ഫോർ സ്മോൾ ആംഗിൾസ് ചെറിയ ആംഗിളുകളെ സംബന്ധിച്ചിടത്തോളം ഫോർ സ്മോൾ ആംഗിൾസ് എന്താ പറയുക? മ്യൂ ഈക്വൽ ടു I ബൈ R1. Therefore I equal to mu R1. Therefore I equal to mu R1 എന്ന് കിട്ടി. I equal to mu R1 എന്ന് കിട്ടി. ദെൻ ഞാൻ ഇവിടുത്തെ ഇത് മാറ്റിട്ട് പോവാണ്. ഈ ഫേസിൽ വീണ്ടും സ്നെൽസ് ലോ അപ്ലൈ ചെയ്യുന്നു. n ഈക്വൽ ടു അഗെയിൻ സ്നെൽസ് ലോ n ഈക്വൽ ടു സ്നെൽസ് ലോ n അല്ല മ്യൂ ആണ് നമ്മൾ എടുത്തത്. മ്യൂ ഈക്വൽ ടു n അല്ലെങ്കിൽ മ്യൂ ഏത് വേണമെങ്കിലും എടുക്കാം. മ്യൂ ഈക്വൽ ടു
ഇവിടെ നമ്മളെടുത്ത് മ്യൂ ഈക്വൽ ടു ഇത് ബൈ ഇത്. സോ ഇവിടെ നമ്മൾ അങ്ങനെ തന്നെ എടുക്കണം. മ്യൂ ഈക്വൽ ടു ഫോർ സ്മോൾ ആംഗിൾസ് ആണ്. ഫോർ സ്മോൾ ആംഗിൾസ് ആകുമ്പോൾ ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ സൈൻ I2 ബൈ സൈൻ R2 എന്നാണ് എടുക്കേണ്ടത്. സൈൻ I2 ബൈ സൈൻ R2. ഫോർ സ്മോൾ ആംഗിൾസ് ആകുമ്പോൾ ഇവിടുത്തെ കേസിൽ എന്തായി മാറുന്നു? I2 ബൈ R2. അങ്ങനെയാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ എന്തായി? E ബൈ R2 എന്നാണ് വരിക. അതായത് നമ്മൾ ഇത് N1ഉം ഇത് N2ഉം ഇത് N1ഉം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞത് N1 ബൈ N2 ഈക്വൽ ടു നമ്മൾ പറഞ്ഞു സൈൻ I1 ബൈ സൈൻ R2 എന്നാണ് നമ്മൾ എടുത്തത്. സൈൻ R1 ഇങ്ങനെ എടുത്തു. ഇതേപോലെ തന്നെ N1 ബൈ N2 ചെയ്യുമ്പോൾ ഇവിടെ വരിക സൈൻ E ബൈ സൈൻ R2 എന്നാണ് വരേണ്ടത്. സൈൻ E ബൈ സൈൻ R2. അപ്പോൾ നമ്മൾ എന്ത് കിട്ടി? ഫോർ സ്മോൾ ആംഗിൾസ്, ഇറ്റ്സ് ഫോർ സ്മോൾ ആംഗിൾസ് ആണ്. സ്മോൾ ആംഗിൾസിനെ സംബന്ധിച്ചിടത്തോളം മ്യൂ ഈക്വൽ ടു E ബൈ R2. therefore E ഈക്വൽ ടു മ്യൂ R2. സോ നമുക്ക് ഐയും കിട്ടി ഇയും കിട്ടി. എഗെയിൻ നമ്മൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ഞാനതിവിടെ ചെയ്യുന്നു. ഈ ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി ഗെറ്റ് ഡെൽറ്റ ഈക്വൽ ടു ഐക്ക് പകരം മ്യൂ R1 എന്ന് കൊടുക്കാം, പ്ലസ് ഇക്ക് പകരം മ്യൂ R2 എന്ന് കൊടുക്കാം. ബോധ്യപ്പെടുക. മ്യൂ R1 പ്ലസ് മ്യൂ R2 എന്ന് കൊടുക്കാം, മൈനസ് എ. കോമൺ മ്യൂ ഉള്ളത് കൊണ്ട് മ്യൂ പുറത്തെടുത്താൽ R1 പ്ലസ് R2 മൈനസ് എ ഈക്വൽ ടു മ്യൂ എ മൈനസ് എ. ഡെൽറ്റ ഈക്വൽ ടു മ്യൂ എ മൈനസ് എ. എ നമുക്ക് പുറത്തെടുത്തു കഴിഞ്ഞാൽ ഡെൽറ്റ ഈക്വൽ ടു എ ഇൻറ്റു മ്യൂ മൈനസ് 1. ഡെൽറ്റ ഈക്വൽ ടു എ ഇൻറ്റു മ്യൂ മൈനസ് 1. ഇങ്ങനെയാണ് നമുക്ക് ഡെൽറ്റയുടെ കാര്യം കിട്ടും. ഡെൽറ്റ ഈക്വൽ ടു എ ഇൻറ്റു മ്യൂ മൈനസ് 1. ദിസ് ഈസ് കോൾഡ് പ്രിസം ഫോർമുല. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രിസം ഫോർമുല എന്ന് പറയുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഡെറിവേഷൻ അവസാനിപ്പിക്കാൻ പറ്റുന്നു. ഡെൽറ്റ ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഓഫ് പ്രിസം ഈക്വൽ ടു എ ആംഗിൾ ഓഫ് പ്രിസം ഇൻറ്റു മ്യൂ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മൈനസ് 1. ദാറ്റ്സ് ഓൾ. റൈറ്റ്.